ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മള് കുറെ ദിവസമായില്ലേ കണ്ടിട്ട്, നമ്മുടെ വയനാടിന്റെ ദുരിത മുഖങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ട് ആ ഒരു വിഷമഘട്ടത്തിലൊക്കെ ഇരിക്കവേ നമുക്കും ചെറിയ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, എല്ലാം പഴയതുപോലെ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ജോലി നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണമല്ലോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ മീൻ വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്പോട്ടാണ്. വിഴിഞ്ഞത്ത് തന്നെയാണ് സ്ഥലം വരുന്നത്. മജ്ലിസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്, ഒരു ഹോട്ടലാണ്. വെറും 20 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 20 ദിവസം കൊണ്ട് തന്നെ ഭക്ഷണത്തിന് നല്ലൊരു പേര് കേട്ട ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് മജ്ലിസ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ. വിഴിഞ്ഞത്ത് നിന്ന് തന്നെ പിടിക്കുന്ന മീൻ തന്നെയാണ് ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ട് അവര് നമുക്ക് സർവ് ചെയ്യുന്നത്. മീൻ വിഭവങ്ങൾ മാത്രമല്ല, ബിരിയാണികളുണ്ട്, ഫിഷ് ബിരിയാണി, ബീഫ് ബിരിയാണി, അങ്ങനെ തുടങ്ങിയ പലവിധ ബിരിയാണികളുണ്ട്. അങ്ങനെ പല വെറൈറ്റീസ് ഫുഡ് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ സലാം ചേട്ടന്റെ കടയാണിത്. അപ്പോൾ ഇവിടുത്തെ വിശേഷം എന്താണെന്ന് നമുക്ക് നോക്കാം. വരും. വന്ന് കയറുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ള പെയിന്റിങ്സ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയൊരിടാണ്. വലിയ മീനിന്റെ തലകൾ മാത്രമായിട്ടാണ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെയ്മീന്റെ തലയുണ്ട്, കടലയുടെ തലയുണ്ട്, അങ്ങനെ പല ടൈപ്പ് തലകൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ഇവർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ബിരിയാണികളാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പിന്നെ തീർച്ചയായിട്ടും ഫിഷ് ബിരിയാണി ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അതൊരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അതുപോലെ ഈ കാണുന്നത് മീൻ മുട്ടയാണ്. ഇങ്ങനെ മസാല പുരട്ടിയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഇത് പല വെറൈറ്റീസിലുള്ള മീനുകളാണ് കേട്ടോ. കട്ലയുണ്ട്, പൂമീനുണ്ട്, പുന്നാര മീനുണ്ട്, ആവോലി, നെയ്മീൻ, അങ്ങനെ പല കാറ്റഗറീസിലുള്ള മീനുകളാണ് ഇവിടെ മസാല പുരട്ടി വെച്ചിരിക്കുന്നത്. ഇത് കാണുന്നത് കരിമീനാണ് കേട്ടോ. അത്യാവശ്യം വലിയ കരിമീനാണ് ഇവിടെ ഉള്ളത്. മസാലകളെല്ലാം ഒന്ന് തന്നെയാണ്, മീനുകൾ അനുസരിച്ച് അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. നല്ല ഫ്രഷ് മീനുകളാണ് ലേലത്തിൽ പിടിച്ചിട്ട് ഇവർ വൃത്തിയാക്കി മസാല പുരട്ടി വെച്ചിരിക്കുന്നത്. ഇത് കണവയാണ്, പിന്നെ ഞണ്ടുണ്ട്, കൊഞ്ചുണ്ട്, അത്യാവശ്യം സീ ഫുഡ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി പല ടൈപ്പ് മീനുകളും ടേസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ വെള്ളാമീൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വലുതാണ്, അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളാമീൻ ഇങ്ങനെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അവരത് ഫ്രൈ ചെയ്യുന്നുണ്ട്. എപ്പോഴത്തേക്കും പോലെ തന്നെ ഡീപ് ഫ്രൈ തന്നെയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന ഒരു മസാല ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. വിഴിഞ്ഞം ചിക്കനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പൊടി കിട്ടുന്നുണ്ട്. അതായത് ചിക്കന്റെ കൂടെ ഒരു മസാല പൊടികൾ, ഈ വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളിയൊക്കെ ചതച്ചിട്ട് കിട്ടുന്ന ഒരു മസാലക്കൂട്ടുണ്ട്. അതാണ് ഇവർ ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മസാലക്കൂട്ടിന്റെ ടേസ്റ്റ് അറിയാവുന്നവർ ഈ ഒരു മീനിന്റെ ആ ഒരു ടേസ്റ്റും കൂടെ വെച്ചിട്ട് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് തന്നിട്ടുണ്ട്. അപ്പോൾ മീലാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ നമുക്ക് സദ്യയുടെ കൂടെ കിട്ടുന്ന കറികളാണ്, ഊണിൻ്റെ കൂടെ കിട്ടുന്ന കറികളാണ്. ചാറ്, കപ്പ പുഴുങ്ങിയത്, ക്യാബേജ് തോരൻ, അവിയൽ, കിച്ചടി, പുളിശ്ശേരി, പരിപ്പ്, അങ്ങനെ എല്ലാ ടൈപ്പ് കറികളും ഇവിടെ ഉണ്ട്. നല്ല വലിയ മീനായതുകൊണ്ട് തന്നെ നല്ല ഫ്ലഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വെളാമീൻ നമ്മൾ എടുത്തിട്ട് ആ മസാലയും കൂടെ കൂട്ടി ഒന്ന് കഴിക്കുമ്പോഴുണ്ടല്ലോ, വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഈ മീൻ, ഇത്രയും വലിയ മീൻ എപ്പോൾ തീർന്നതെന്ന് നമുക്കറിയത്തില്ല. സാധാരണ നമ്മൾ ഇത്രയും വലിയ മീനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പാഴ്സൽ നമ്മൾ ചെയ്യുന്നത് ബാക്കി. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചോറിൻ്റെ കൂടെ കുറച്ചിങ്ങനെ ഈ ആ മീനിൻ്റെ പൊടിയും മീനിൻ്റെ കുറച്ച് പീസും ആ പപ്പടവും സാമ്പാറും എല്ലാം കൂടെ എടുത്തിട്ട് അങ്ങ് കഴിക്കുമ്പോഴുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മീനിന് ആ ടേസ്റ്റ് കൂട്ടുന്നത് തന്നെ ആ മസാലക്കൂട്ടാണ്. ആ മസാലക്കൂട്ട് മാത്രം നമുക്ക് ചോറിൽ ഇങ്ങനെ വിരവിയിട്ട് കഴിച്ചു നോക്കിയാലും നല്ല ടേസ്റ്റാണ്. ദേവനാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കേണ്ട രീതിയിൽ ലെമണൊക്കെ ഒഴിച്ചിട്ടാണ് അത് കഴിക്കുന്നത്. അങ്ങനെ ലെമൺ ഒഴിച്ച് കഴിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്.
അപ്പോൾ എന്തുകൊണ്ട് നല്ല ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു സീക്രട്ട് എന്താണെന്ന് അറിയില്ല. പക്ഷേ എല്ലാം നല്ല ഓർഗാനിക് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ആ ഒരു മസാല തന്നെയാണ് എല്ലാവർക്കും അറിയാം വിഴിഞ്ഞം ചിക്കൻ്റെ മസാല എങ്ങനെയാണെന്ന്. ഇത്രയും വലിയ മീൻ അത് പെട്ടെന്ന് തീർന്നു കേട്ടോ. അപ്പോൾ ബാലൻസ് വന്ന് തല കഴിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. അങ്ങനെ ഞാൻ തല എടുത്ത് ഇങ്ങോട്ടുമൊക്കെ ഇട്ടിട്ട് അത് കഴിക്കാനായിട്ട് കിടന്ന് കഷ്ടപ്പെടുക. അപ്പോൾ ഓരോ പാർട്സായിട്ട് ഞാൻ ഇളക്കിയെടുത്ത് കഴിക്കാൻ തുടങ്ങി. ഈ തലയുടെ അവിടെയുള്ള ഫ്രഷ് ഉണ്ടല്ലോ, ഈ മീനിന്റെ ഫ്രഷിനെക്കാളും നല്ല ടേസ്റ്റ് ആണ്. എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞതാ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. തല ഇങ്ങനെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുവാണ്. അതുപോലെ തന്നെ ബാക്കി കറികളും ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഊണും കൂടെ നല്ല മീൻ ഫ്രൈ ചെയ്തതുമായിട്ടുള്ള നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആണ്. നമ്മുടെ വിഴിഞ്ഞം ചിക്കന്റെ മസാലയൊക്കെ കൂട്ടിയിട്ടാണ് ഇവര് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു സ്പോട്ടായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.